ജീവിതത്തിന്റെ അർത്ഥം കലയാക്കിയവരാണ് ഇവിടം ഉത്സവമാക്കുന്നത്. 100 വയസ്സ് തികഞ്ഞ ഒരു കലാപ്രകടനത്തിനൊപ്പം നടന്ന ഒരു 75-കാരൻ ഈ കലോത്സവ തിരക്കിലെ ഒരാളായി ഉണ്ടായിരുന്നു. ഇഷ്ടത്തിന്റെ പിറകെ യാത്ര ചെയ്ത ഒരാൾ. ഞാനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ദൈവം. ഈ യുദ്ധത്തിൽ നമ്മോട് സഹകരിക്കാതിരുന്ന പ്രദേശത്ത് മുഴുവൻ ആക്രമണത്തിന്റെ തീപ്പന്തങ്ങൾ അഞ്ഞെറിയുക, അവരുടെ വയലേലകളും കൂടാരങ്ങളും തീയിട്ട് നശിപ്പിക്കുക. ഇതാണ് നമ്മുടെ കഥാനായകൻ. പേര് TJ ജോസഫ്. അധ്യാപകനായിരുന്നു. കാസർഗോട്ടെ മലയോര പ്രദേശമായ പള്ളാർ ഗ്രാമവാസി. ചെറുതിലെ കൂടെ കൂടിയതാണ് കഥാപ്രസംഗത്തോടുള്ള കമ്പം. പാട്ടും കഥയും പ്രസംഗവും ഒക്കെ ചേരുന്ന ഇനമല്ലേ. നാട്ടിലെ കലാകാരന്മാരുടെ പ്രകടനം കണ്ടായിരുന്നു തുടക്കം. വി സാംബശിവനും കെടാമംഗലം സദാനന്ദനും ഒക്കെ പതിയെ ആരാധനാപാത്രങ്ങളായി. അധ്യാപകനായ ശേഷം സ്വന്തമായി കഥാപ്രസംഗം എഴുതി. സഹപ്രവർത്തകരുടെ നിർബന്ധത്തിൽ കാഥികനായി, താരവുമായി. ഇപ്പോഴും എൻ്റെ കലയിലുള്ള താല്പര്യം കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കഥാപ്രസംഗം പറയണമെന്നുണ്ട്. പക്ഷേ ഈ കഥാപ്രസംഗം പറയുമ്പോഴത്തേക്ക് ഒത്തിരി ശ്വാസം പൊട്ടിച്ച് ഈ ഡയലോഗൊക്കെ കാണാം, ഇത് നമ്മളങ്ങനെ പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുക. എങ്കിലും ഞാൻ ചെറിയ ചെറിയ വേദികളിലൊക്കെ പറയും. കലോത്സവ വേദിയിലെ മത്സരാർത്ഥിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ജോസഫിന്റെ കഥകൾ ഇപ്പോൾ മത്സരത്തിനുണ്ട്. കാസർഗോഡ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ദിയയ്ക്കും കൂട്ടുകാരികൾക്കുമായി വ്യത്യസ്ത കഥ ഒരുക്കിക്കൊടുത്തത് ഇദ്ദേഹമാണ്. ദിയയുടെ അച്ഛനാണ്. ഇതിനകം 40ഓളം കഥാപ്രസംഗം എഴുതി കഴിഞ്ഞു. കഥകൾ കുട്ടികൾ ഏറ്റെടുത്ത് അവതരിപ്പിക്കുന്നത് കാണുന്ന സംതൃപ്തി തന്നെ പ്രതിഫലം. നമ്മൾ സമ്മാനത്തിന് വേണ്ടി മത്സരിക്കാൻ പോവില്ല. നമ്മൾ പഠിച്ച ഒരു കല ജനങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അവതരിപ്പിക്കാൻ പോവുക. അവതരിപ്പിക്കുമ്പോൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. അല്ലാതെ മത്സരിക്കുന്നു, എനിക്ക് സമ്മാനം കിട്ടണം, അങ്ങനെ ഒരു ടെൻഷനോട് കൂടി പോകരുത്. ജോസഫ് സാർ പഴയ കലാകാരനാണ്. പഴമയ്ക്ക് എന്ത് വീര്യമല്ലേ. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ശ്രീജ ആശിഷ്, അമൃത ന്യൂസ്.